ഹായ് ഫ്രണ്ട്സ്, പത്തനംമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ്. ആദർശ് പറയാ ദേവയാനോട്, നിനക്ക് എന്ത് കൊടുത്താലും മതിയാവില്ലമ്മേ, നമ്മൾ കൊടുക്കുന്നതൊന്നും അവൾക്ക് പോരാ എന്ന്. അപ്പോൾ ദേവയാനി പെട്ടെന്ന് ചോദിക്കുകയാണ്, അതെന്താ ആദർശ നീ അങ്ങനെ പറഞ്ഞത്? ആ ആ അത് ഞാൻ പറഞ്ഞത്, ഞാൻ വരച്ച ഡിസൈനിൽ കോടികളല്ലേ കമ്പനിക്ക് ലാഭം കിട്ടിയത്, അതുകൊണ്ട് പറഞ്ഞതാ അമ്മേ. അതിൽ കൂടുതലൊന്നുമല്ലല്ലോ മുത്തശ്ശി കൊടുത്ത സ്വർണം. മനസ്സിലായടാ, അപ്പം നീ തന്നെയാണ് റെക്കമെൻഡേഷൻ ചെയ്തത് അവൾക്ക് ആ സ്വർണം കൊടുക്കാൻ വേണ്ടി അല്ലേ? നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയാണ്. മുത്തശ്ശന് കൈയൊക്കെ തടവി കൊടുക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, ആ ഗോവിന്ദൻ ആ പ്രതിമയുടെ പണിയുമായിട്ട് ഇങ്ങനെ പോവുകയാണ്, ഇനി അയാളോട് അതൊന്നും ചെയ്യണ്ട എന്ന് പറ. പാവം 2 തവണ അറ്റാക്ക് വന്ന ആളല്ലേ, പറഞ്ഞാലും അയാളത് കേൾക്കില്ല. നാനമോളുടെ അച്ഛനല്ലേ, ആരെയും അങ്ങനെ ആശ്രയിക്കുന്ന ആളല്ല. മുത്തശ്ശി പറയാണ്, എന്നുവെച്ച് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഒന്നും ചെയ്യാതിരുന്നാലും അതൊരു മോശമാണ്. ഞാൻ തന്നെ അസുഖമുള്ളപ്പോൾ കമ്പനിയിലൊന്നും പോകാതെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ തകർന്നില്ലേ, അത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ് വന്നത്. നീ വന്നോ മുത്തശ്ശ? നാനമോളുടെ അച്ഛനോട് ഇനി ആ പ്രതിമകളുടെ പണി നിർത്താൻ വേണ്ടി പറയണം. ഞാനത് പലതവണ പറഞ്ഞതാ മുത്തശ്ശ, മാസം ജീവിക്കാനുള്ള തുക അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ അതൊന്നും അവരാരും കേൾക്കുന്നുമില്ല. നീ അവിടെ പോകണം മോനെ, ഇടയ്ക്കിടയ്ക്ക് പോകണം. എന്നിട്ട് നയനമോൾക്ക് കൂട്ടിരിക്കണം. സത്യം പറഞ്ഞാൽ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരേണ്ടതാ. സത്യം പറഞ്ഞാൽ അമ്മായിയമ്മയും മോളും ഇപ്പോൾ 2 പേരും കരളിൻ്റെ പ്രശ്നത്തിലാണല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ 2 പേരുടെയും പരിചരണം ഒന്നിച്ചു പോയേനെ. അവൾ ഏകദേശം റിക്കവർ ആവുന്നുണ്ട് മുത്തശ്ശ. ഇനിയിപ്പോൾ മകരവിളക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവരാം. മകരം മംഗല്യ ഭാഗ്യശ്രീ എന്നാ പറയുന്നത് മുത്തശ്ശൻ പറയാം. അപ്പോൾ മകരമാസത്തിൽ തന്നെ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. എന്നിട്ട് നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും കല്ലുകടിയുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല മുത്തശ്ശ. അപ്പം മുത്തശ്ശി പറയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജീവിതത്തിൽ ദാമ്പത്യം തുടങ്ങിയോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ടല്ലേ ഇവനന്ന് ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തത്, അതും നടക്കാതെ പോയി. ഇനി ഞങ്ങളുടെയൊക്കെ സുഖവും സന്തോഷവും നോക്കാതെ നയനമോളുടെ സുഖവും സന്തോഷവും നോക്കേണ്ടത്. അത് മുത്തശ്ശൻ പറയണ്ട, ഇനി ഞാനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളാം. മോളെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. ഇവിടെ പണികളൊക്കെ ചെയ്യാൻ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ. മോളിങ്ങോട്ട് വരാനായിട്ട് കാത്തിരിക്കുക ഇവിടെയുള്ള ചിലർ അടുക്കളയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അത് ശരിയാ. ഇനി അടുക്കള പണിയുടെ കാര്യത്തിൽ ഒരു തർക്കമുണ്ടെങ്കിൽ നമുക്ക് മീനാക്ഷിയോട് സ്ഥിരമായിട്ട് വരാൻ പറയാം. അല്ലെങ്കിൽ അടുക്കള പണിക്ക് വേറൊരാളെ വെക്കാം. എന്തായാലും മോളെ ഇനി കഷ്ടപ്പെടുത്തുന്നതിൽ ശരിയില്ല. അതിനി മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അല്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഒന്നും വാങ്ങാനില്ല. നീ നയനമോൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. ശരി മുത്തശ്ശ. അപ്പോഴാണ് ജലജ ചോദിക്കുന്നത്, അബി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ, എടാ നിൻ്റെ ഭാര്യ എവിടെ പോയി? എനിക്കറിയത്തില്ല, അവൾക്ക് തോന്നിയതുപോലെ ഇറങ്ങി പോവുക. നടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നടന്നിട്ടവൾ എങ്ങോട്ടെങ്കിലും പോയാൽ മതി. അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അബി പറയാണ്, അവൾ എങ്ങോട്ട് പോയില്ല, അവൾ നടന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത്. നവ്യ അവരെ കണ്ടൊന്ന് നിന്ന് അതിനുശേഷം വീണ്ടും അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ജലജ പറയാണ്, ഹലോ, ഇപ്പോൾ ആരോടും ചോദിക്കണ്ട എന്നുള്ള രീതിയിലായി അല്ലേ പുറത്തേക്ക് പോകുമ്പോൾ? പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ പോകുന്നത് കൊണ്ട് ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. പോയിട്ട് തിരിച്ചു വരുന്നതല്ലേ വിഷമം. അപ്പം ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, എത്ര കൃത്യമായിട്ട് അവൾ കാര്യം പറഞ്ഞത്. അതേ, അമ്മയോടും മോനോടായിട്ടൊരു കാര്യം പറയാം. ഇനി ഞാനും എൻ്റെ അനിയത്തിയും ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുമെന്ന് ആരും കരുതണ്ട. അപ്പോഴതാ അനാമിക മോൾ അങ്ങോട്ടേക്ക് വരുന്നു. എന്നോടൊക്കെ പോകണമെന്നാരോ പറഞ്ഞോ? അപ്പം ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ നീയൊക്കെ പോവോ? പറഞ്ഞാലും പോവില്ലെന്നാ പറഞ്ഞത്. അപ്പം അനാമിക ചോദിക്കുക, പുറത്ത് പോയിട്ട് നല്ല ഫോമിലാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാടി വരുന്നത്. അവിടെയുണ്ടല്ലോ 2-3 സാധനങ്ങൾ. മോളെ തിളപ്പിച്ച് വിട്ടതായിരിക്കും. മക്കളെ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം എന്ന് വഴിതെറ്റി ആലോചിക്കുന്ന അമ്മ. എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ വഴിതെറ്റിയ ഒരു അമ്മയുടെ മോളായിരിക്കും നീ. അതുകൊണ്ടാ നിൻ്റെ നാവിൽ നിന്ന് നല്ലതൊന്നും വരാത്തത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അനാമികയ്ക്ക് ചൂട് വരിക. പറഞ്ഞാലും നീ ഒന്നും ചെയ്യില്ല. നിൻ്റെ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ട്, അത് ഓർമ്മ വേണം. വയറ്റിനകത്തൊരു കുഞ്ഞ് കിടക്കുമ്പോൾ ഒരമ്മയും അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അമ്മമാർക്കറിയാം കുഞ്ഞു കൂടെയുണ്ടെന്ന്. കേട്ടോ, ഇവൾക്ക് വട്ടാ.
ഏട്ടൻ്റെ കൈക്ക് തഴമ്പില്ലാത്തത് കൊണ്ടാണ് ഇവളിങ്ങനെ കടന്ന് ചാടുന്നത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അനി ഒരു പാവായിപ്പോയി, അല്ലെങ്കിൽ നിന്നെ ഇപ്പം വലിച്ചു കീറിയാനേ. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അനി വന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതേ സ്ഥാനത്ത് നീ ഇവിടുന്ന് പടികെ കടന്ന് പോയാലേ ഒരിക്കലും അവിയേട്ടൻ നിൻ്റെ പിന്നാലെ വരില്ല. അപ്പം നവ്യ പറയാണ്, അനി വന്ന കഥയൊക്കെ എനിക്കറിയാം. അനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ ഏട്ടനെയും വല്യമ്മയും ഒക്കെയാണ്. അങ്ങനെയുള്ള വല്യമ്മ അവശനിലയിൽ നിന്നെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൻ നിന്നെ വിളിക്കാൻ വന്നത്. അല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ തന്നെ നിന്നേനെ കുറേ കാലം. അപ്പോഴാണ് അഭി പറയുന്നത്, നീ നിൻ്റെ വീട്ടിലേക്ക് പോയതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാൻ മടി. നിൻ്റെ അനിയത്തിക്ക് കുറച്ച് പൊന്ന് കിട്ടി, അതിൻ്റെ പകുതി വേണം എന്ന് പറയാനല്ലേ? ആ, അതിന് തന്നെയാണ് പോയത്. എൻ്റെ ഭർത്താവ് മൂർത്തിസ് ജ്വല്ലറിയിൽ ഒരു സാധാ എംപ്ലോയിയാണ്. അതുകൊണ്ട് അവന് സ്വർണ്ണമൊന്നും വാങ്ങിത്തരാനുള്ള ഗതിയൊന്നുമില്ലയെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ എൻ്റെ അനിയത്തിയുടെ മുന്നിൽ പോയി കൈനീട്ടിയാൽ എന്താ കുഴപ്പം? അവൾ ഞാൻ ചോദിച്ചാൽ ഉറപ്പായിട്ട് സ്വർണം തരും. അപ്പോൾ അനാമിക പറയാണ്, നാണയില്ലേ നിൻ്റെ അനിയത്തിക്ക് മുത്തശ്ശനെ മുത്തശ്ശിയെ സ്വാധീനിച്ച് സ്വർണം വാങ്ങിയെടുക്കാൻ? ഒരു നാണോ ഇല്ല. സ്വർണം കിട്ടിയ സാധാരണ ഒരു പെണ്ണിനും പുളിക്കൊന്നുമില്ല. നിനക്ക് നയനയെ മാറ്റി നിർത്തിയിട്ട് അവളുടെ അമ്മായിയമ്മ സ്വർണം തന്നായിരുന്നല്ലോ. അപ്പം നീ അത് കൈനീട്ടിയല്ലേ വാങ്ങിയത്, അല്ലാതെ കാല് നീട്ടിയൊന്നുമല്ലല്ലോ. അപ്പോഴാണ് ജലജ പറയുന്നത്, ഇതെന്തൊരു സംസാരമാണിത്. അപ്പം നവ്യ പറയാണ്, ഒരു കൾച്ചറും ഇല്ലാത്ത എൻ്റെ അമ്മയമ്മയ്ക്ക് സുഖിക്കുന്നില്ല അല്ലേ? അത് കേട്ട് അഭി പറയാണ്, നീ നിൻ്റെ പാട് നോക്കി പോടി. ഞാൻ എൻ്റെ പാട് നോക്കി തന്നെയാണ് പോയത്. ആ സമയത്ത് തടഞ്ഞു നിർത്തി എന്നോട് ഓരോന്നും ചോദിച്ചാൽ ഞാൻ അതിൻ്റെ മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. അതിനെനിക്ക് ഒരു മടിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നയനയുടെ അമ്മായിയമ്മ സ്വീകരിക്കാത്തത് അവരുടെ ഭാഗത്തൊരു വലിയ വീഴ്ചയാണ്. ഇവൻ്റെ അമ്മായിക്ക് അറിയില്ല നയനയുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യത പോലും ഇല്ലാത്തൊരു പെണ്ണിനെ ഞാൻ എൻ്റെ മരുമോളായി കാണുന്നതെന്ന്. ഇവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നയനയ്ക്ക് സ്വർണം കൊണ്ടുപോയി കൊടുത്തെങ്കിൽ അത് അവൾക്ക് അർഹതപ്പെട്ട സ്വർണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വില കൂടിയതൊക്കെ കൊടുത്തെന്ന് വരും. അതൊക്കെ കണ്ട് കണ്ണും മെഴിച്ച് വെള്ളം ഇറക്കിക്കൊണ്ട് നോക്കി നിന്നാൽ മതി എല്ലാവരും. അവൾ ആ പറഞ്ഞതിൻ്റെ കാര്യം ആർക്കും അങ്ങനെ മനസ്സിലായിട്ടില്ല. അവളത് പറഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ അനാമികയ്ക്കതാ ദേഷ്യം വരുന്നു. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ജലജയും എനിക്കും ഇവനിങ്ങനെ ഒരു കഴുതിയായി പോയല്ലോ, പോയി തൂങ്ങിച്ചാകടാ. അനി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് അനാമിക മുകളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. രണ്ടുപേരും പരസ്പരം കണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുമ്പ് പോയി എന്നിട്ട് പറയാണ്, എടാ എന്തിനാടാ നീ ഇങ്ങനെ ആണാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നേ? എനിക്ക് നാണയില്ലല്ലോടാ. 150 പവനാ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഒരുത്തിക്ക് നീ കൊണ്ടുപോയി കൊടുത്തത്. ആദർശേട്ടൻ്റെ മിടുക്കാ. നേരാ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൊണ്ട് അവളെ സ്നേഹിപ്പിക്കുന്നത്. ആദർശേട്ടൻ സ്നേഹിക്കാത്ത സമയത്തും മുത്തശ്ശനും മുത്തശ്ശിക്കും നയനയെടുത്തിയെ നല്ല ഇഷ്ടമായിരുന്നു. എന്നാലും ഇത്രയും സ്വർണം കൊടുക്കാനുള്ള ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുക. അവളുടെ വീടെന്ന് പറയാൻ പറ്റില്ല. നിൻ്റെ ചേട്ടൻ അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഒക്കെ എടുത്തു കൊടുത്ത വീട്. എവിടെയാ അവരിപ്പോൾ താമസിക്കുന്നത്? അതിൻ്റെ പിന്നാലെയാ ഈ സ്വർണവും കൂടി കൊടുത്തിരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് ചെയ്താലും അതിവിടെ ആരും ചോദ്യം ചെയ്യാറില്ല. അങ്ങനെ ഏട്ടത്തിക്ക് സ്വർണം കിട്ടിയെങ്കിൽ അത് ഏട്ടത്തിയുടെ മിടുക്കാം. ആ മിടുക്ക് നിനക്കില്ലാതായി പോയത് എൻ്റെ കുഴപ്പമാണോ? അങ്ങനെ മുത്തശ്ശനെ മുത്തശ്ശിയെ സ്വാധീനിച്ചിട്ട് എനിക്ക് സ്വർണം പിടിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. ഇപ്പം പോയി അവരോട് വിവരം പറഞ്ഞാൽ അവൾക്ക് കൊടുത്തതിനേക്കാൾ നല്ല സ്വർണം എനിക്കവർ വാങ്ങിത്തരും. എന്നാൽ പോയി വാങ്ങിച്ചോ, പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് പരാതി പറയുന്നേ? എന്നാലും അത്രയും സ്വർണം കൊടുത്തതിൽ നിനക്കൊരു വിഷമമില്ല അല്ലേ? ഒട്ടും വിഷമമില്ല. ഏട്ടത്തിക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അത്. 200 അല്ല, ഒരു 200 കിലോ സ്വർണം മുത്തശ്ശനും മുത്തശ്ശിയും ഏട്ടത്തിക്ക് കൊടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഏട്ടത്തിയുടെ പേരിൽ ഒരു സ്വർണ്ണക്കട എഴുതി കൊടുത്താലും അത് നല്ലതാണ് എന്നേ ഞാൻ പറയൂ. നിന്നെയൊക്കെ എന്തോ തന്ന് അവൾ മയക്കി വെച്ചിരിക്കുക. പറഞ്ഞത് 101% സത്യ. ഏട്ടത്തി എന്നെ മയക്കി വെച്ചിരിക്കുന്നത് സ്നേഹം തന്ന ആത്മാർത്ഥമായ സ്നേഹം. എനിക്കില്ലാത്തതും അത് തന്നെയാണ്. നിന്നെയൊക്കെ എങ്ങനെ സ്നേഹിക്കാനാ? സ്നേഹിക്കണ്ട. അല്ലേ തന്നെ നമ്മളൊക്കെ ഇവിടെ ശത്രുക്കളെ പോലെയല്ലേ കഴിയുന്നത്? മുറിക്കകത്ത് രണ്ടായിട്ടാണ് കഴിയുന്നതെന്ന് വീട്ടിൽ അധികാർക്കും അറിയില്ലല്ലോ. ഞാൻ അതുമാത്രം മറച്ചു പിടിച്ച് നടക്കുന്നേ. അതും കൂടെ എല്ലാവരെയും അറിയിക്ക്. എന്നിട്ട് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത്. പോയതായിരുന്നല്ലോ, പിന്നെ നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്തിനാ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ പോന്നില്ലെങ്കിൽ ജയിക്കുന്നത് നിൻ്റെ ഏട്ടത്തിമാരായിരിക്കും. എന്നെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി അവൾമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതും അത് തന്നെയാണ് എന്ന് വെച്ച് ഞാൻ ഓടിപ്പോകാനൊന്നും പോകുന്നില്ല. അവളതും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അനി ചിന്തിക്കുകയാണ്, ഇവളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഏത് നേരം വഴക്കായിട്ട് വരും. അതുകൊണ്ട് എവിടെയെങ്കിലും പോകുന്നത് നല്ലത്. പിന്നെ അനാമിക താഴേക്ക് വരികയാണ്. അപ്പോൾ കാണുന്നത് ജാനകി ടേബിൾ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്.
ദേഷ്യത്തോടെ അനാമിക വന്നിട്ട് ജാനകിയുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ? അവൻ ഇനിയും ആ വീട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഇവിടുത്തെ മരുമക്കളുടെ വീട്ടിലോട്ട്. അവൻ വെറുതെ ചോടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതല്ലേ, മോൾ അതൊന്നും കാര്യമാക്കണ്ട. ചോടിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല അമ്മേ. നല്ല തൂക്കമുള്ള സ്വർണ്ണ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ആ നയന എന്ന് പറഞ്ഞവൾക്ക് കൊണ്ടുപോയി കൊടുത്തത്. അത്രയും കൊടുത്താൽ പോരെന്ന് അവൻ പറയുന്നത്. മോളെ, ഞാൻ പറഞ്ഞത് മോളെ ചൂടാക്കാനാണ് അവൻ ഓരോന്നും പറയുന്നത്. അതൊന്നും കേട്ടിട്ട് മോള് വെറുതെ വീട് വിട്ടു പോകരുത്. ഇവിടെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാ. അപ്പോഴേക്കും അനി താഴെ വന്നു. എന്നിട്ട് പറയാണ്, പാടാണെങ്കിൽ പോയിക്കോ, ഇവിടെ ആരും പിടിച്ചു വെക്കുന്നില്ല. നിന്നെ ഇവിടെ ആരെങ്കിലും പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടോ? നിനക്ക് പോയിക്കൂടെ? അപ്പോൾ ജാനകി പറയാണ്, അനി, ഇത്രയും വളർന്നെന്ന് കരുതിയൊന്നും ഞാൻ നിൻ്റെ നാവിനെ പിടിച്ച് കെട്ടിയിടാതിരിക്കില്ല. ഈ പ്രായത്തിലും മോളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ തല്ലും. അമ്മേനെ തല്ലിക്കോ, അതിനുള്ള അവകാശം അമ്മയ്ക്കുണ്ട് എന്ന് വെച്ച് ഇവളുടെ സംസാരത്തിന് എൻ്റെ നാവിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്നല്ലോ മകനെ തോന്നി വഴിക്ക് നടത്തുന്ന ഒരു അച്ഛൻ. എന്താ, മുത്തശ്ശനും മുത്തശ്ശിയും കൂടി 100 പവൻ്റെ സ്വർണ്ണ ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് കൊണ്ടുപോയി കൊടുത്തത് അനിയുടെ അച്ഛനോട് അനാമിക പറയാം. അത്രയും കൊടുത്താൽ പോരാ, ഒരു 10 കിലോനെങ്കിലും കൊടുക്കണം എന്നാണ് ഇവൻ പറയുന്നത്. അത് കേട്ട് അനിയുടെ അച്ഛനും പറയാണ്, അത് ശരിയാ. അനാമിക അനിയെ നോക്കിയിട്ട് പറയാണ്, ഇയാൾക്കിട്ടാ ആദ്യം പൊട്ടിക്കേണ്ടത്. അതിനെ മോള് ഈ വീട്ടിലേക്ക് വരണം. ഒരിക്കലും അവൾ അവളുടെ സ്വന്തം വീട്ടിൽ നിൽക്കരുത്, ഇങ്ങോട്ട് വരണം എന്ന് തന്നെയാണ് അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ സന്തോഷിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ വീട്ടിലെ ഇളയ മരുമകൾ നമ്മുടെ മരുമകളല്ലേ. മരുമക്കളുടെ പ്രായം നോക്കിയല്ല വീട്ടിലെ കാരണവന്മാർ അവരെ സ്വീകരിക്കുന്നത്. അവരുടെ സ്വഭാവവും മനസ്സും അറിഞ്ഞിട്ടാ. ഈ വീട്ടിലെ അമ്മയും മറ്റുള്ള ആണുങ്ങളും എല്ലാവരും ആ നയനമോളെ സ്വീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അർഹത അവൾക്കുണ്ടെന്ന് എല്ലാവരും മനസ്സിലായിക്കോ. അപ്പോൾ ഹനി പറയാണ്, അതൊക്കെ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ അച്ഛാ. ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ഞങ്ങൾ മലയാളമല്ലല്ലോ പഠിച്ചത്. നയനയെ കുറ്റപ്പെടുത്തിയാൽ ഇവൻ മാത്രമല്ല, അതിനെതിരെ ഞാനും ജയേട്ടനും ഒക്കെ പ്രതികരിച്ചെന്ന് വരും. കാരണം നയനമോളെ നിങ്ങൾക്കൊക്കെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യതയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഏട്ടത്തിക്ക് കരൾ ദാനം ചെയ്തത് അവളാണോ എന്ന് ജാനകി ചോദിക്കുക. അങ്ങനൊരവസരം വന്നാൽ ഏട്ടത്തി അത് ചെയ്തിരിക്കും അനി പറയാം. അതറിയാവുന്നത് കൊണ്ടാണ് ഏട്ടത്തിയെ ഞങ്ങൾ അമിതമായിട്ട് സ്നേഹിക്കുന്നത്. ചെയ്യും. അവൾ കരൾ ദാനം കൊടുക്കേണ്ടി വന്നാൽ നാട് വിട്ടു പോകും. അതെ, എൻ്റെ മോൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. അനി കളിയാക്കുകയാണ്. അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ്, എടാ നീ പുറത്തേക്ക് പോകാൻ വന്നല്ലേ, പോയിക്കോ. ഇതിനൊന്നും മറുപടി കൊടുക്കാത്തതാണ് നല്ലത്. അവളുടെ വീട്ടിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങോട്ട് തന്നെ പോകുന്നത്, എന്താ പ്രശ്നം? അപ്പോഴേക്കും ജാനകി, എടാ അച്ഛനും പറയണം, ജാനകി അവൻ പറഞ്ഞത് ശരിയല്ലേ? ഇവിടുത്തെ 2 മരുമക്കളുടെ വീടാണത്, അവിടത്തേക്ക് അനി പോകുന്നതിൽ എന്താണ് തെറ്റ്? കൊള്ളാം, അച്ഛൻ തന്നെയാണ് മോനെ പലതിനും അവസരം കൊടുക്കുന്നത്. എന്തവസരം കൊടുത്താലും ആദർശനെ കണ്ട് വളർന്ന അനിയനാണവൻ. അതുകൊണ്ട് ഇവനറിയാം ശരിയും തെറ്റും. ആ ബോധം എനിക്കുണ്ട്. ഇവൾക്കാണ് മോള് മരുമകളായിട്ട് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. അതിൻ്റെ കാരണം അജയേട്ടന് അറിയാലോ. കാരണങ്ങൾ എന്തായാലും ശരി, നയനെ മോളെ വെറുക്കുന്ന നിന്നെയും നിൻ്റെ മരുമകളെയും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. അച്ഛൻ അതും പറഞ്ഞു പോയി. അപ്പോൾ അനിയും പറയാണ്, അച്ഛൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തിനാ അമ്മേ അനിയോട് പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു കൊണ്ടുവന്നത്? ഹോസ്പിറ്റലിൽ കിടക്കുന്ന വല്യമ്മയും പറഞ്ഞതുകൊണ്ടാണ് തല താഴ്ത്തി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ വീടുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നരകം തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയനയുടെ അടുത്തേക്ക് ആദർശ വരികയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, എന്താ ഈ രാത്രിയിൽ? നിന്നെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വന്നതാ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മ ഇതെങ്ങനെ അറിയാനാ? അതൊക്കെ അറിയിക്കാനേ ആൾക്കാരുണ്ട്. ആദർശേട്ടനെ അറിയാതെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് അബി. അവൻ ഫോളോ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുക. എന്നിട്ട് അവനിപ്പോൾ വ്രതം തെറ്റിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. കമ്പനിയിൽ ചെന്നപ്പോൾ മാനേജർ പറഞ്ഞിരുന്നു അവൻ ഏതോ പെണ്ണുമായിട്ട് കറങ്ങുന്നുണ്ടെന്ന്. അയ്യോ, അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അവൻ ചെയ്യാൻ പാടില്ല, അതൊക്കെ ചെയ്യും. ചിലപ്പോൾ നോൺ വെജ് വരെ കഴിച്ചു വന്നിരിക്കും. അബിയുടെ സ്വഭാവം. അതിൻ്റെ ശിക്ഷ അവന് പലപ്പോഴും കിട്ടിയിട്ടുമുണ്ട്. ഒരിക്കൽ നമ്മൾ ഈ 18-ാം പടിയുടെ മുകളിൽ തേങ്ങ ഉടക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് അവൻ്റെ കാലിൽ തേങ്ങയുടെ ചിരട്ട തുളച്ച് കയറി. അന്ന് അവന് പടി ചവിട്ടാൻ പറ്റിയില്ല. പിന്നെ ആദ്യമായിട്ടാണ് അവൻ ഇത്രയും ദിവസം വ്രതം എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെയും എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ദൈവത്തിനെ അറിയൂ. അവൻ്റെ സ്വഭാവം മാറാൻ കൂടി ആവട്ടെ ഇത്തവണത്തെ യാത്ര. അവനെയും അപ്പച്ചിയെയും ദൈവങ്ങൾ വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ആദർശിനോട് ചോദിക്കുകയാണ്, മലക്ക് പോകാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയോ? നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ ചെന്നിട്ട് പോയിരിക്കുന്ന കാൽനടയായിട്ടല്ലേ പോകുന്നത്.
അതുകൊണ്ട് ദിവസവും നടക്കുന്നത് നല്ലതാ. തിരുമുടി കെട്ടുന്ന സമയത്ത് അവിടെ വേണമെന്നുണ്ട് എനിക്ക്. എന്തായാലും പോകുന്നതിന് മുമ്പേ ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ. അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കണം. ഇവിടെ ചെന്നിട്ട് സ്വാമിയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണോ? അത് ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം പറയാം. വീണ്ടും അനാമിക മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് നവ്യയെ കാണുന്നത്. നവ്യ മുകളിലേക്ക് കയറാൻ പോകുന്നത്. അനാമികയെ കണ്ട് നവ്യ തിരിഞ്ഞു കിടക്കുകയാണ്. എല്ലായിടത്തും പരാതി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ നിന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് നവ്യ അനാമികയോട് പറയാം. എന്നിട്ട് എന്നെ ഇവിടുന്ന് അങ്ങ് പുകച്ചി അടിച്ചോ? വെച്ചാലും പോകത്തില്ലല്ലോ. ഇല്ല, പോകത്തില്ല. അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് സത്യ. നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും ഞാനും എൻ്റെ അനിയത്തിയൊന്നും പോകാൻ പോകുന്നില്ല. ആ പിന്നെ ഒരുത്തി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അവസരം കാത്തു നിൽക്കുകയാണല്ലോ. അവളെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ. അങ്ങനെ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാത്തത് അബദ്ധമായെന്നിപ്പോൾ എനിക്ക് മാത്രമല്ല ഇവിടെ പലർക്കും തോന്നി തുടങ്ങി. ഇതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അവസരം ഉണ്ടാക്കുന്നത് നീ തന്നെയാണ്. നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ നിൽക്കാതെ അവനെ നിന്റെ ചൊൽപ്പടിക്ക് നിർത്താനല്ലേ നീ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ അവൻ്റെ മനസ്സിൽ നിന്ന് നീ മെല്ലെ മെല്ലെ മാഞ്ഞു പോവും. ഏതായാലും ഈ പറയുന്നവൾ നിന്റെ മനസ്സിലും ഭർത്താവിൻ്റെ മനസ്സിലുണ്ടല്ലോ. ഇല്ല, അത് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ വീട്ടിലെ തലതിരിഞ്ഞ സന്തതിയെ ഞാൻ കല്യാണം കഴിച്ചത്. എന്നാൽ ആദർശേട്ടനും അനിയൊന്നും അങ്ങനെയല്ല. അവർ രണ്ടുപേരുടെ സ്വഭാവം നല്ലതാ. നീയെപ്പോലെ ആയിരുന്നു അഭിയുടെ സ്വഭാവമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ റാണിയായിട്ട് ജീവിച്ചാനെ. അനിയുടെ സ്വഭാവം നല്ലതാണെന്ന് എനിക്കും അറിയാം. അവനെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് നിൻ്റെയൊക്കെ അനിയത്തിയാ. പിന്നെ ഒരുത്തിയുണ്ടല്ലോ, അനന്തപുരി തറവാട്ടിൻ്റെ പരിശുദ്ധിയായവൾ. അവളും അനിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എടി, അനന്തപുരി തറവാട്ടിൻ്റെ പരിശുദ്ധിയായ ഒരു മരുമകൾ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ആ പേര് അവൾക്ക് 100% യോജിച്ചത് തന്നെയാണ്. അവളെ പോലുള്ള പെൺകുട്ടികൾ ഈ കാലത്ത് കുറവാ. എനിക്ക് പോലും അവളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. നീ നിൽക്കണ്ട. പക്ഷേ അവളുടെ മുൻപിൽ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും. അത്രയ്ക്ക് കൊള്ളരുതാത്ത സ്വഭാവമാണ് അവളുടേത്. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, മോന്ത കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് വേറെ ആയിരിക്കും. നീ എന്നെ തല്ലുവോ? ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടി. മുഖം അടുപ്പിച്ച് നവ്യക്ക് നേരെ അടുപ്പിച്ച് കൊടുത്തുകൊണ്ട് അനാമിക പറയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും സീ യു ഓൾ.